ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിലും തെരച്ചിൽ തുടരുകയാണ്. ഭൗമശാസ്ത്ര വിഭാഗത്തിന്റെ പഠനം ഇന്നും തുടരും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലെ നിലമ്പൂർ വനമേഖലയിലുമാണ് തെരച്ചിൽ തുടരുന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, ഇന്നത്തെ തെരച്ചിൽ അതേത് രീതിയിൽ പുരോഗമിക്കുന്നു? ആര്യ, ഇന്ന് പ്രധാനമായും വിവിധ സേനാ വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ തന്നെയാണ് തെരച്ചിൽ തുടരുന്നത്. പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത് ഈ നിലമ്പൂർ ഭാഗത്ത് ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഒക്കെയാണ്. കാരണം അവിടെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചൂരൽമല പ്രദേശങ്ങളിലൊക്കെ ഏകദേശം ഇവിടെ ഈ സേനാ വിഭാഗങ്ങളിലെ ആളുകൾ തിരച്ചിൽ തുടരുന്നു. ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ ബെയിലി പാലത്തിൻ്റെ ബലപ്പെടുത്തൽ തുടരുന്നു തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം ഈ പ്രകൃതി ഒരു രാത്രിയിൽ രൗദ്രഭാവം പൂണ്ട് എല്ലാം തകർത്തെറിഞ്ഞു പോയതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഈ പ്രദേശം ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വയനാടിൻ്റെ യഥാർത്ഥത്തിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും ഒക്കെയുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മഴയെല്ലാം മാറി നിൽക്കുകയാണ്. പ്രകൃതി അതിൻ്റെ സ്വാഭാവിക രീതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ നാട്, നമുക്കിപ്പോൾ അറിയാം, ഇത് വെള്ളറമല സ്കൂളാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളാണ്. അതുപോലെ ഈ പ്രദേശങ്ങളിലെല്ലാം 5 സെൻറ്റിലും 10 സെൻറ്റിലുമായി നൂറുകണക്കിന് വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. നമുക്കറിയാം, ഇത് ഈ ദുരന്തമുണ്ടായ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ തൊട്ട് ഇപ്പോൾ ഈ ശരീരഭാഗങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചാലിയാർ പുഴയുടെ ഭാഗങ്ങൾക്കെന്ന് പറയുന്നത് കിലോമീറ്ററുകൾ അപ്പുറമാണ്. 10-16 കിലോമീറ്റർ അപ്പുറം ദൂരത്ത് നിന്നാണ് ശരീരഭാഗങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 118 പേരെ കൂടി ഇനിയും കണ്ടെത്തുവാനുണ്ട്. അതൊരു വലിയ സംഖ്യ തന്നെയാണ്. പക്ഷേ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. കിലോമീറ്ററുകൾ ദൂരത്തോട്ടാണ് ഈ ഉത്ഭവസ്ഥാനത്തു നിന്നും, ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും ഈ ശരീരങ്ങൾ മനുഷ്യനെ ഒഴുക്കിക്കൊണ്ടുപോയത്. പലരും ഇപ്പോഴും മണ്ണിനടിയിലാണ്. ഇന്ന് കടാവർ നായ്ക്കളെ മറ്റും ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഉൾപ്പെടെ നടത്തും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഇത്രയും വലിയ പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ വീണ്ടെടുക്കുന്നതിന് ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യ ശരീരവുമെല്ലാം വീണ്ടെടുക്കുന്നതിന് ഒരു പ്രധാന പ്രതിബന്ധം എന്ന് പറയുന്നത്. ഇത്രയേറെ ദൂരം, ഇപ്പം മറ്റുള്ള ഉരുൾപൊട്ടലൊക്കെ നമുക്കുണ്ടായ ചരിത്രങ്ങൾ അറിയാം. ആ ചരിത്രം ഒരു പ്രദേശത്ത്, ഇപ്പം പെട്ടിമുടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഉരുൾപൊട്ടലാണെങ്കിലും അതൊരു നിശ്ചിത പ്രദേശത്ത് തെരച്ചിൽ നടത്തിയാൽ കാണാൻ പറ്റുമായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും പെട്ടിമുടിയിൽ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. എന്നാൽ ഇത് കിലോമീറ്ററുകൾ ദൂരത്തോട്ടാണ് ഈ ദുരന്ത മേഖലകൾ കടന്നുപോയത്. പല ശരീരഭാഗങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതും കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നാണ്. അതിൻ്റേതായ ഒരു പരിമിതി ഇതുണ്ട്. ഇപ്പോൾ സർക്കാർ പ്രധാനമായും ഊന്നുന്നത് അതിജീവനത്തിനാണ്. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ, അവരോട് വാടക വീടുകൾ എടുത്ത് മാറാൻ ഉള്ള എല്ലാ സഹായവും സർക്കാർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാടക വീട് എടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ തന്നെ കൗൺസിലർമാർ അടക്കമുള്ള ആളുകളോട് രംഗത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ജനങ്ങൾ നേരിട്ട് നിന്ന് വീടിന് വേണ്ടി ചോദിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ വാടക ഇപ്പോൾ ചോദിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൽ ഇടപെടണം, സർക്കാർ ഇടപെടണം. അത്തരത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ ഒരുപാട് നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ വീടിന് വേണ്ടി ഈ പ്രദേശത്ത്, അതായത് സർക്കാർ പ്രധാനമായും ഈ 5 പഞ്ചായത്തുകൾ, ചുറ്റുവട്ടത്തുള്ള 5 പഞ്ചായത്തുകളിലാണ് പ്രധാനമായിട്ടും, അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുമാണ് പ്രധാനമായിട്ടും ഈ പുനരധിവാസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് നൂറുകണക്കിന് ആളുകൾക്ക് വാടക വീടുകൾ ആവശ്യമായ, സർക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീട്ടിലേക്ക് മാത്രമേ ഈ ആളുകളെ പുനരധിവസിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു വീടിൻ്റെ ഡോറിന് ഉണ്ടെങ്കിൽ ആ ഡോറ് പിടിപ്പിച്ചതിന് ശേഷം, അതുപോലെ ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവരെയെല്ലാം പുനരധിവസിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അതുപോലെ സർക്കാർ വാടകയായിട്ട് 6000 രൂപ വെച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 6000 രൂപ കൃത്യമായിട്ടും, അതിപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറിയാലും 6000 രൂപ വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ കണ്ടെത്തിയാലും. പക്ഷേ ഈ വാടക വീടുകൾക്ക് വളരെ വലിയ ഈ അഡ്വാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ വാടകയുടെ കാര്യത്തിലുമൊക്കെ ചിലർ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും പുനരധിവാസത്തിനാണ് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ
ഈ മേഖലയിലുള്ള തെരച്ചിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുകയാണ്. ഇന്നലെ അത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൻ്റെ പരിസരത്ത് നിന്നാണ് ഏകദേശം 4 ലക്ഷം രൂപയോളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ആയിട്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചില്ല. ചിലപ്പോൾ ഒഴുകി വന്നതായതുകൊണ്ട് ചെറിയ നനവുകളും അതുപോലെ കുറേ ചെളിയുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഈ നോട്ടുകെട്ട് പൂർണ്ണമായും തന്നെ ആ കവറിനുള്ളിൽ തന്നെ ഇരുന്നു, നഷ്ടപ്പെട്ടു പോയില്ല എന്നുള്ളതാണ് വസ്തുത. അതിപ്പം ഫയർഫോഴ്സ് പറയുന്നത് എല്ലാ മനുഷ്യരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കവറിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്തൊക്കെ ഇത്തരം പുരോഗമിക്കുകയാണ്. അതിജീവനത്തിന്റെ പാതയിൽ കൂടിയാണ് വയനാടുള്ളത്. സർക്കാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും വയനാടിനൊപ്പമുണ്ട്. വിവരങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യൻ നൽകിയത്.